പറയുന്നത്. ഇനി അതിൻ്റെ പരിഹാരത്തെപ്പറ്റി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് കാര്യം പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞത്? എന്താണ് ഇന്നത്തെ പ്രശ്നം, നമ്മുടെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രശ്നം, അതും പറഞ്ഞു. ഇനി അതിൻ്റെ പരിഹാരം എന്ത് എന്നുള്ളത് അതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഈ പരിഹാര മാർഗം എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണ് ഈ വേദിയിലിരിക്കുന്ന കാരണവർമാരടക്കം. എൻ്റെ മുകളിലും താഴെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയും. കാരണം ഞാൻ ഒരു ഉപ്പയാണ്, ഉമ്മയല്ല. പക്ഷെ ഞാനൊരു പിതാവാണ്. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് എൻ്റെ മക്കൾ എനിക്കതിൻ്റെ പ്രതിഫലം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. 101% ഞാൻ എൻ്റെ മക്കളിൽ സംതൃപ്തനാണ്. ഞാനൊരു പിതാവാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 100% എൻ്റെ മക്കളിൽ ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റിയാൽ നിങ്ങളുടെ കുടുംബം അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. ഞാൻ എന്തിനാ എൻ്റെ ഉദാഹരണം തന്നെ പറയുന്നത്? എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞു തന്നത് ഞാൻ അനുസരിച്ചു. അത് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പം മക്കളും അനുസരിച്ചു. അൽഹംദുലില്ലാ. അതല്ലേ നിങ്ങളും പ്രതീക്ഷിക്കുന്നത്? എന്താ നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാത്തത്? ഞാൻ ഇന്ന് എൻ്റെ മക്കളെ ഇങ്ങനെ വിളിച്ചാൽ മതി, ഇങ്ങനെ വരും, ഇങ്ങനെ ആക്കിയാൽ മതി. പാടില്ല എന്നത് തന്നെയാ. എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഇല്ല ഞാൻ എടുക്കൂല എന്നോട് പറയും. എൻ്റെ കണ്ണിക്ക് നോക്കി. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹ്ക്ക് തന്നെ. കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും അങ്ങനെയാ എന്നെ സ്നേഹിച്ചത്, എന്നെ പഠിപ്പിച്ചത്. അതെങ്ങനെയാ അത് പറഞ്ഞുതരാ. വേറൊരു ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ഉദാഹരണങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് മക്കളെ നന്നായി സ്നേഹിച്ച് വളർത്താൻ ഈ ലോകത്ത് ഒരേ ഒരു ജീവിക്കേ പറ്റൂ, പ്രിയപ്പെട്ട ഉമ്മാക്ക്. ആ ഉപ്പാക്കല്ല, ഉമ്മാക്ക്. ലോകത്തെ ഏറ്റവും വലിയ ടീച്ചർ ഉമ്മയാണ്, അമ്മയാണത് മാതാവാ, പെണ്ണാ. അവൾക്കേ പറ്റൂ. അവൾക്ക് എത്ര വിവരം വിദ്യാഭ്യാസം ഉണ്ട് നോക്കണ്ട. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ഉമ്മാക്ക് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയുണ്ട്, പെങ്ങളുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല ചെറിയ കുട്ടിയാവുമ്പോൾ. കാരണം ഇത് പറയാൻ കാരണം, ചെറിയ മക്കൾക്ക് ഇന്ന് വാരിക്കോരി ഉമ്മമാർ സ്നേഹം കൊടുക്കും, അല്ലേ? നന്നായി കൊടുക്കും. എന്തൊക്കെ പറയും മക്കളോടൊന്ന്? കരളിൻ്റെ കഷ്ണമേ, എൻ്റെ തങ്കക്കുടമേ, എൻ്റെ മുത്തേ, എൻ്റെ സത്തേ എന്ന് പറയില്ലേ? പക്ഷേ ഒരു 5 വയസ്സാകുമ്പോഴത്തേനും ആ മുത്തുമില്ല, സത്തുമില്ല, കരളുമില്ല, കഷ്ണമില്ല, ഒന്നുമില്ല. അവരവരുടെ വഴിക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു ഡേഞ്ചർ. അതുകൊണ്ട് ഉമ്മാക്ക് മാത്രമേ പറ്റൂ എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു കഥ പറഞ്ഞുതരാം. അനുഭവം തന്നെ. എനിക്ക് 13 വയസ്സാ. എൻ്റെ പെങ്ങൾക്കൊരു കുട്ടി പറന്നു, ആൺകുട്ടിയാ. ഒരു പാവം വീടാണ് എൻ്റെ വീട്. ചോർന്നൊലിക്കുന്ന ഓലപ്പുരയാ. പട്ടിണി പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ കോന്തല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ആ കുഞ്ഞുമോനെ എൻ്റെ പെങ്ങൾ കഴുകി വൃത്തിയാക്കി ഒരു തുണിത്തൊട്ടിയിൽ രാത്രി കിടത്തി. തുണി ഏതോ ഒരു പഴയ സാരിയിൽ കെട്ടി, കയറ് കെട്ടിക്കൊണ്ട് കൗക്കോലിൻ്റെ മുകളിൽ എറിഞ്ഞുകൊണ്ട് അതിൽ പിടിപ്പിച്ചുകൊണ്ട് അതിലിട്ട് ഉമ്മ അങ്ങനെ ആട്ടാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മ അഥവാ എൻ്റെ പെങ്ങൾ ഇങ്ങനെ ആട്ടാൻ തുടങ്ങി. ഉറക്കുകയാണ്. രാത്രിയാ. ഞാനിതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കാണും. ആ രസം വല്ലാത്ത പാട്ടാണ് എൻ്റെ പെങ്ങൾ പാടിയ പാട്ട്. വല്ലാത്തൊരു ദിക്റാണ് ആ പാട്ട്. അതിന് നമ്മളെ വീട്ടിലില്ല. പകരം മൊബൈൽ ഫോണിലെ പാട്ടുകളാ, ടി വിയിലെ സീരിയലാ, പോയി, എല്ലാം പോയി. ആ പാട്ടങ്ങനെ കേട്ടുറങ്ങാത്ത ഒരു കുഞ്ഞുമില്ല. ഞാനും അങ്ങനെയാ കേട്ടുറങ്ങിയത്. തീർന്നില്ല. അങ്ങനെ ആയി ആട്ടി ആട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. ആര്? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആ പെങ്ങളും അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ അവൾ പിടിവിട്ടില്ല. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ പെങ്ങൾ താരാട്ട് പാട്ട് പാടുന്നതിന് പകരം നാവിൽ നിന്നും വന്നത് എന്തോ ഒരു അപശബ്ദമായിരുന്നു. വീണ്ടും അവൾ അങ്ങനെ ആട്ടുകയാണ്. ഞാൻ അത്ഭുതത്തോടെ നോക്കി. എന്തോ ഒരു മഹത്വമാണ് പടച്ചോനെ. ഒരു ഉമ്മാക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവല്ല ഇത്. ഉറങ്ങിയിട്ട് പോലും എൻ്റെ കുട്ടിയുടെ ആ താരാട്ട് പാട്ട് നിർത്താതെ, ആട്ടം നിർത്താതെ ഉറക്കുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടു. തീർന്നില്ല. പെട്ടെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, ഞങ്ങളുടെ ഉമ്മ, അടുക്കളയിൽ നിന്ന് വിളിക്കുന്നത്. വാ മക്കളെ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, എനിക്ക് ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കണമെന്നൊരു വിളി. ആ ഒറ്റ വിളിയിൽ എൻ്റെ പെങ്ങളതാ പെട്ടെന്ന് കണ്ണ് തുറന്നു, ഉണർന്നു. ഒറ്റ വിളിയിൽ ഉണർന്നു. പക്ഷേ ആ പിടിവിട്ടില്ല. ആട്ടുന്ന തൊട്ടിലിൻ്റെ പിടിവിട്ടില്ല. വിട്ടാൽ കുട്ടി ഉണരും. 2 കയറും കൂടെ കെട്ടി പിടിച്ചിരിക്കുക. വിട്ടാൽ ഉണ്ട് അകലും അത്. പക്ഷേ ഒളിഞ്ഞിരുന്നു ഞാൻ ആ രംഗം വീണ്ടും കണ്ടു. എൻ്റെ പെങ്ങളതാ ചുറ്റുഭാഗത്തും നോക്കുന്നു. തൊട്ടിക്കകത്തേക്കൊന്ന് എത്തി നോക്കുന്നു. ഉറങ്ങിയെന്ന് ഉറപ്പാക്കി. എന്തിനാ പുറത്തേക്കൊക്കെ നോക്കുന്നത്? എൻ്റെ പെങ്ങൾ എന്തോ മോഷ്ടിക്കാൻ പോണ പോലെ, കക്കാൻ പോണ പോലെ ഞാൻ ഒളിഞ്ഞിരുന്ന് കാണുക.
ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ എൻ്റെ പെങ്ങളതാ കൊട്ടിൻ്റെ 2 കയറിങ്ങനെ അടർത്തി പിടിച്ചുകൊണ്ട് തൊട്ടിക്കകത്തേക്ക് പെങ്ങളുടെ തലയങ്ങ് താഴ്ത്തിക്കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുമോൻ്റെ കവിളിലതാ മുത്തം കൊടുത്തുകൊണ്ട് തലങ്ങനെ ഉയർത്തിയപ്പോൾ ഞാൻ കണ്ടു എൻ്റെ പെങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിഞ്ഞു വീഴുന്നത്. ആരും കാണാതെ അങ്ങ് തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നുപോയി. എന്തുകൊണ്ടാണ് അടുക്കളയിലേക്ക് അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുഞ്ഞ് കരഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇപ്പം എന്തിനാ കരഞ്ഞത്? ഞാൻ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പാതിര നേരത്തെ ആരും കാണാതെ ഉറങ്ങുന്ന കുഞ്ഞിന് മുത്തം കൊടുത്തത് എന്തിനാണ്? ഒരു ഉമ്മ എന്തിനാണ് അത് ചെയ്തത്? മകളെ, ഞാൻ നിനക്ക് ഇപ്പം തരാം, പ്രായമെത്തുമ്പോൾ നീ എനിക്ക് തിരിച്ചു തരണമെന്ന ഡിമാൻഡ് വെച്ചിട്ടാണോ? അല്ല. പടച്ച റബ്ബിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞു മക്കളെ മുത്തം കൊടുത്തത്? അല്ല. അതൊരു ഉമ്മാക്കല്ലാതെ കഴിയില്ല അതിന് ഉത്തരം നൽകാൻ. ഞാനൊരു അമ്മയല്ല, ഞാനൊരു ഉമ്മയല്ല. അതിൻ്റെ പേരാ സ്നേഹം. അത് ഒൻവയാ. കുഞ്ഞുമക്കൾക്ക് വാരിക്കോരി കൊടുത്ത ഉമ്മമാരാണ് ഈ ഇരിക്കുന്നതൊക്കെ എനിക്കറിയാം. നല്ലോണം അറിയാം നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കാൻ. നിങ്ങൾ സ്നേഹിച്ചു. ഏതുവരെ സ്നേഹിച്ചു? ഒരു 5 വയസ്സ് വരെ, ഇല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരെ. പിന്നെ ഉമ്മമാരെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. എന്താ അതിന് പകരം? പ്രിയപ്പെട്ട ഉമ്മമാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പകരം കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടു. അതെന്താ സ്നേഹവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസം? എന്താണ് വ്യത്യാസം? പറഞ്ഞുതരാം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടിയോട് പെരുത്ത് ഇഷ്ടമാ, അവൾ നന്നായി പഠിക്കുന്നവളാ. ഇളയ കുട്ടിയോട് കുറച്ച് പഠിക്കുന്നവളാ. മൂത്ത മകനോട് അല്ലാത്ത ഇഷ്ടമില്ല, കാരണം പഠിക്കാൻ മിടുക്കനാ, അല്ലെങ്കിൽ 5000 രൂപ ശമ്പളമുള്ളൂ. ഇളയ മോന് നല്ല പഠിച്ച കുട്ടി, അവൻ 25,000 ശമ്പളം കൊണ്ടുവരുന്നു. അപ്പം കൂടുതൽ ഇഷ്ടം, ഇവിടെ കുറഞ്ഞ ഇഷ്ടം. അപ്പം കാരണങ്ങളുണ്ട് അല്ലേ? ഭർത്താവിനോട് എനിക്ക് പെരുത്തിഷ്ടമാ, 50,000 രൂപ ശമ്പളമാണ്. സൗദി അറേബ്യയിലെ നിതാക്കത്ത് പ്രശ്നം കാരണം ഖുറൂജടിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തി. എൻ്റെ ആ ഇഷ്ടവും പോയി, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടത് ആ ശമ്പളത്തെ ആയിരുന്നു. എൻ്റെ ഭാര്യയോട് എനിക്ക് പെരുത്തിഷ്ടമാ, കാരണം അവൾ വെളുത്ത സുന്ദരിയാ. ഒരു ദിവസം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ശാരിക്ക് തീ പിടിച്ച് മേലാകെ കരിവാളിച്ചു പോയി. എൻ്റെ ആ ഇഷ്ടവും പോയി, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടത് അവളുടെ വെളുത്ത സുന്ദരിയായ വെളുത്ത നിറത്തെ ആയിരുന്നു. അതിൻ്റെ പേരാണ് ഇഷ്ടം. അത് സ്നേഹമല്ല. സ്നേഹം എന്നത് എൻ്റെ കുഞ്ഞു പെങ്ങൾ പാതിര നേരത്തെ ആരും കാണാതെ ആ കുഞ്ഞുമോൻ്റെ കവിളിൽ കൊടുത്ത മുത്തത്തിൻ്റെ പേരാ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് 1ാം ക്ലാസ് മുതൽ ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ഓരോ ദിവസവും എന്നെ മാടി വിളിക്കും. വയ്യാതെ കിടക്കുന്ന ആസ്മാ രോഗിയായി മലർന്ന് കിടക്കുന്ന എല്ലും തൊലിയുമായി ഭക്ഷണത്തിന് പോലും മരുന്നിന് പോലും ഗതിയില്ലാതെ പായിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കരച്ചിൽ കേട്ടാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ എൻ്റെ ഉമ്മക്കറിയില്ല. എൻ്റെ ഉമ്മ എന്നെ വിളിക്കും, വാ മോനെ എന്ന്. ഉമ്മൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ഉമ്മയുടെ കൈകളെടുത്തുകൊണ്ട് എൻ്റെ മുടിൻ്റെ ഉള്ളിലൂടെ തിരികെ വെച്ചിട്ട് പറയും, എൻ്റെ കുഞ്ഞെ കരയരുത്, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസമെന്ന്. യൂണിഫോമില്ല, കൊടയില്ല, ചെരുപ്പില്ല, ബാഗില്ല, ഡ്രസ്സില്ല, ബുക്കില്ല, സ്ലേറ്റില്ല, പേനയില്ല, പെൻസിലില്ലാതെ സ്കൂളിലേക്ക് പോകുമ്പോൾ വിശന്നിട്ട് കരയുന്ന കരച്ചിൽ കേട്ട എൻ്റെ ഉമ്മ എന്നെ മാടി വിളിച്ച് എന്നെ സമാശ്വസിപ്പിക്കുന്നത്, മോനെ കരയരുത്, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ വെച്ച് കൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ പേരാ സ്നേഹം. തീർന്നില്ല, കൈകൾ അങ്ങനെ മാറി പിടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മയുടെ നെഞ്ചോട് എൻ്റെ മുഖം ചേർത്ത് വെക്കും. എന്നിട്ട് എൻ്റെ നെറ്റിയിൽ തരുന്ന ചൂട്, ചുംബനത്തിൻ്റെ ചൂട് ഇന്നും എൻ്റെ നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. 30 കൊല്ലം പിന്നിട്ടു. ഇന്നും ഞാൻ അച്ചിപ്പുറ കല്ലാർ മംഗല ജുമാഅത്ത് മസ്ജിദിലേക്ക് ചെന്നാൽ എൻ്റെ ഉമ്മയുടെ ഖബറിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് കൊണ്ട് പറയും, പട്ടിണി കിടന്ന് മരിച്ച എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു കുട്ടിയെയും ഒരു മാതാവും സ്നേഹിച്ചിട്ടുണ്ടാവില്ല റബ്ബേ, അതിനുള്ള പ്രതിഫലം നീ നൽകണമേ എന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇന്നും ദുആ ചെയ്യും. എന്തുകൊണ്ടാ? എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട്. അതിൻ്റെ പേരാ സ്നേഹം. ഇതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ബുദ്ധി വെച്ച നാൾ കൊടുത്ത സ്നേഹമേ മക്കൾക്ക് തിരിച്ചു നൽകാൻ പറ്റൂ. പ്രായപൂർത്തിയാകുന്നത് മുതൽ, അല്ലെങ്കിൽ ബുദ്ധി വെച്ച ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ പൊന്നുമക്കൾ രക്ഷിതാക്കൾക്ക് തിരിച്ചു നൽകൂ. അത് മറക്കരുത്. ഉമ്മയുടെ മടിയിൽ മലമൂത്ര വിസർജനം നടത്തി ഉമ്മയുടെ വായിൽ കാഷ്ടിച്ചു മൂത്രമൊഴിച്ചതൊന്നും കുഞ്ഞുമക്കൾക്കും എനിക്കും നിങ്ങൾക്കും ഓർമ്മയില്ല. അത് തിരിച്ചു നൽകൂല. പകരം ബുദ്ധി വെച്ച നാൾ തൊട്ട് ആ കുഞ്ഞിൻ്റെ തീട്ടം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആ കുഞ്ഞിന് നിങ്ങൾ അമ്മിഞ്ഞ കൊടുത്തിട്ടുണ്ടോ? ആ കുഞ്ഞിന് ചോറുരുട്ടി കൊടുത്തിട്ടുണ്ടോ? ആ കുഞ്ഞിൻ്റെ തോളിൽ കൈവച്ചിട്ടുണ്ടോ? ബുദ്ധി വെച്ച നാളിൽ തൊട്ടൊരു ഹാൻഡ് ഷേക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? മാറോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മോള, എൻ്റെ പൊന്നു മോള, എൻ്റെ തങ്കക്കുടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മോളുടെ കവിളിൽ മുത്തങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ടോ? അത് ഓർമ്മയുണ്ടാകും. അല്ലാതെ കുഞ്ഞു മടിയിലിരുത്തിക്കൊണ്ട് അമ്മിഞ്ഞ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന താരാട്ടും
അവർക്ക് കൊടുക്കുന്ന ഉത്തങ്ങളും ആലിംഗനങ്ങളും ഒന്നും തന്നെ കുഞ്ഞുമക്കൾക്ക് ഓർമ്മയില്ല. അതൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയുമില്ല. ഇവിടെയാണ് നമുക്ക് പറ്റിയ, മാതാപിതാക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. പണ്ട് കാലത്തുണ്ടായിരുന്നു, എൻ്റെ ഉമ്മൻ്റെ കാലത്തും ഉമ്മാൻ്റെ ഉമ്മൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ, ഇന്നത്തെ യുവതീ യുവാക്കളുടെ ന്യൂ ജെൻ ഫാമിലിക്ക് ഇത് അന്യമാ. മുത്തമെന്ത്, സത്തെന്ത്, ഹാൻഡ് ഷേക്ക് എന്ത്, എൻ്റെ തങ്കക്കുടമേ എന്നൊന്നും പറയാൻ ഇന്നത്തെ ആധുനിക മക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ പ്രായം ചെന്ന ഉമ്മമാർക്ക്, അമ്മമാർക്ക് അറിയാമത്. ഇന്നത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന്. അതാ നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായത്. അതിൻ്റെ പേര് ഇഷ്ടമെന്ന, അതിൻ്റെ പേര് സ്നേഹം എന്നല്ല ഇന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കൊടുത്തതിൻ്റെ പേരാണ് സ്നേഹം. എൻ്റെ ഉമ്മ തന്നതും എൻ്റെ പെങ്ങൾ ആ കുഞ്ഞിന് കൊടുത്തതും നിങ്ങൾ ഇന്ന് ചെറിയ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാ സ്നേഹം. ഒന്നും കൂടി പറയട്ടെ. ഈ അടുത്ത് എൻ്റെ കുടുംബത്തിൽ, അഞ്ചുമുക്കിൽ കുടുംബത്തിൽ, എൻ്റെ ഏട്ടൻ്റെ മകൻ്റെ ഭാര്യ പ്രസവിച്ചു. അഞ്ചുമുക്കിൽ ബ്ലഡാണ്, ചോരയാ. ആ റിലേഷൻ കാണാൻ ഓടിച്ചെന്നു. ഞാൻ ഇരട്ടയായിരുന്നു, 2 കുട്ടിയാ. ഒരു കുഞ്ഞിന് എൻ്റെ കൈകളിൽ തന്നു, ഒന്നിനെ നേഴ്സ് ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ കൈകളിലും വെച്ച് കൊടുത്തു. ഞാനതിൻ്റെ അടുത്തു ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ബാങ്കും ഇക്കാമത്തും കൊടുത്തു. ആ സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ അതാ ആ കുഞ്ഞിൻ്റെ കാലിൽ ഒരു ടാഗ് കെട്ടിയിട്ടേക്കണം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ആ ചിത്രം? ഒരു ടാഗ് കെട്ടിയിട്ടുണ്ടോ അല്ലേ? ചെറിയ ചോര പൈതലിൻ്റെ പുക്കൾ കൊടിക്കൊരു ക്ലിപ്പ് മാത്രം ഇട്ടുകൊണ്ട് എൻ്റെ കൈകളിലേക്ക് തന്നു. ഒരു ക്ലിപ്പ് മാത്രം ഇട്ടുകൊണ്ട് തന്നു. ആ ചോര പൈതലിൻ്റെ വായിൽ ഒന്ന് ഒച്ച പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പാട പോലെ കെട്ടിക്കിടക്കുന്ന ചോര പൈതലിനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ അതിൻ്റെ കാല് ഞാൻ ശ്രദ്ധിച്ചു. അതാ ഒരു ടാഗ് കെട്ടിയിരിക്കുന്നു. ആ ടാഗ് ഞാൻ ആ ടാഗിലെ എഴുത്ത് ഞാൻ വായിച്ചു നോക്കി. അതിൽ എഴുതി വെച്ചേക്കുന്നു 2 കിലോ 885 ഗ്രാം എന്ന്. വീണ്ടും അതിൻ്റെ തൂക്കമാണ്. 2 കുട്ടികളായതുകൊണ്ട് കുറവാ തോന്നുന്നു. വീണ്ടും ഞാൻ ആ ടാഗ് തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. ആ ടാഗിലില്ലായിരുന്നു ഇന്നിതാ ഒരു പെരും തെമ്മാടി അഞ്ചുമുക്കിൽ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന്, ഒരു കോടീശ്വരൻ ഇതാ ഇന്ന് ഈ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന്, ഒരു കള്ളുകുടിയൻ ഇതാ, ഒരു തെമ്മാടി ഇതാ, ഒരു ഉമ്മയെ തല്ലുന്നവനിതാ, ഒരു പാപ്പരനിതാ, ഒരു കോടീശ്വരൻ ഇതാ, ഒരു ഡോക്ടർ ഇതാ, ഒരു എഞ്ചിനീയർ ഇതാ എന്നും ആ ടാഗിൽ ഒരു ഡോക്ടറും ഒരു നഴ്സും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് ആരാ? ആ തൊട്ടിൽ കിടക്കുന്ന ഒരു നിഷ്കളങ്കനായി വരുന്നൊരു പിഞ്ചു കുഞ്ഞാണോ അതിന് ഉത്തരവാദി? അല്ല. ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള ഇന്നത്തെ മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടി തമ്മാടി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ച ഒരു രംഗമാനാ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കളെ നിങ്ങൾ തമ്മാടിയാക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ താന്തോണിയും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാക്കി മാറ്റരുത്. ഇന്നത്തെ പുത്തൻ തലമുറയിലെ തോന്നിവാസം ചെയ്യുന്ന ആളുകളാക്കി മാറ്റരുത്. അതിൻ്റെ മുഖ്യ പങ്ക് ഇന്ന് രക്ഷിതാക്കൾക്ക്, ആ മക്കൾക്കതിൽ പങ്ക് കുറവാ. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചും കൂടി 2 വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രായം ചെന്നാലും ഇതുപോലെ കുഞ്ഞു മക്കളെ മാറോടൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നൊരു ആലിംഗനം വെച്ച് കൊടുത്താളല്ല അതിൻ്റെ ഒരു സുഖം കേട്ടോ. അതൊരു വല്ലാത്ത സുഖമാണ്. ഒരു പക്ഷേ ഈ സദസ്സിൽ തന്നെ അത്തരക്കാരൊക്കെ ഉണ്ടാകും. അത് ഉണ്ടാകില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അറിയോ നിങ്ങൾക്ക്? സ്ഥലമൊന്നും പറയില്ല. പുത്തനത്താണിൻ്റെ അടുത്ത് ഒരു കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ഞാൻ ഈ കുടുംബ പര്യടനം നടത്തുന്ന ആളാണ്. ചെന്നു. അവിടെ ജോലി ചെയ്യുന്ന, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട് ആ വീട്ടിൽ. അവനെ യാത്രയാക്കാനാണ് പോയത്. ഡൽഹിയിലേക്ക് പോവുക. അവനിന് 1 കൊല്ലം കഴിഞ്ഞ് വരൂ. കല്യാണം കഴിച്ച 2 കുട്ടികളുള്ള പിതാവാട്ടോ. വീട്ടിലേക്ക് ചെന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ പോകണം. എൻ്റെ കാറിൽ ആക്കട. ഞാൻ എന്തായാലും തിരൂർക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ചെന്നത്. എൻ്റെ സുഹൃത്തും കൂടിയാണ് അവൻ. അങ്ങനെ അവനതാ പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് പറഞ്ഞു, സാറേ ഒരു 5 മിനിറ്റ് ഇട്ടോ, ഇപ്പം വരാം. അത്തിക്ക് അങ്ങോട്ട് പോയി. അല്പം കഴിഞ്ഞതാ നാണം കുണികൊണ്ട് എന്തോ ചവച്ചുകൊണ്ട് എന്തോ കവിളിൽ തുടച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആ പ്രിയപ്പെട്ട ഭാര്യയുടെ സമ്മാനം കിട്ടിയല്ലടാ, എനിക്ക് 1 കൊല്ലം കൊണ്ടൊക്കെ തിരിച്ചു വരടാ, ഗൾഫിൽക്കൊന്നുമല്ല പോകുന്നത്, ഡൽഹിയിൽക്കല്ലേ, അതിന് എപ്പോഴും എമർജൻസിയാണ്. ഈ പാര ഒരു ട്രെയിനിൽ കയറിയാൽ പോരെ, വിസ അടിക്കണ്ടല്ലോ, അതിനാടാ ഇത്ര നീയൊക്കെ ഇങ്ങനെയൊക്കെ ഭാര്യയുടെ സമ്മാനം കിട്ടി എന്നങ്ങ് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ കരഞ്ഞു കണ്ട് കണ്ണിങ്ങനെ തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞൊരു മറുപടി, അല്ല മാഷേ, അല്ല, എൻ്റെ ഭാര്യയുടെ സമ്മാനമല്ല, കുഞ്ഞുനാളിൽ എനിക്കെൻ്റെ ഉമ്മ തരാറുള്ള ഉമ്മയാണിത്. കുഞ്ഞുനാളിൽ എന്നും എൻ്റെ ഉമ്മ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നും തരുന്ന മുത്തങ്ങളാണിത്. അന്നും ഇന്നും കിട്ടി ആ മുത്തം. ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്താ മോനെ ചവക്കുന്നെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മയുടെ കൈ കൊണ്ട് ഉരുട്ടിയ ഒരു ഉരുള ചോറ 29 വയസ്സായ ഒരു പിതാവിന് കൊടുത്തത്. ഞാനും അവനും തിരൂരിലേക്ക് പോകുമ്പോൾ ഒരക്ഷരം പോലും എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഭാര്യയുടെ സമ്മാനം എന്ന് പറഞ്ഞത് എങ്ങനെ അത് ഞാൻ തിരിച്ചു വിളിക്കും? ആ വാക്ക് പറ്റുന്നില്ല. വല്ലാത്തൊരു കുറ്റബോധം എനിക്ക്. ഒരു വാക്ക് മാത്രം പറഞ്ഞു, എന്ത് ഭാഗ്യവാനായ ഉമ്മ.
എന്ത് ഭാഗ്യവാനായ മകൻ, എന്ത് ഭാഗ്യവതിയായ ഉമ്മ, നീ രക്ഷപ്പെട്ടു മോനെ, നിൻ്റെ ഉമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു മക്കൾക്ക് ഈ സ്നേഹം കൊടുക്കാൻ. പക്ഷേ വൈകിപ്പോയി അല്ലേ? ഇല്ല, വൈകിട്ടില്ല, ഇനിയും ആവാം. പ്രായം ചെന്നാലും മക്കളിങ്ങനെ വലുതായി മുതിർന്ന് വരുമ്പോഴും അവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര മൊബൈലും കമ്പ്യൂട്ടറും വിദ്യാഭ്യാസവും ഷർട്ടും മുണ്ടും ഭക്ഷണം കൊടുത്താലും മതി വരാത്ത അത്രയും വലിയൊരു സ്നേഹത്തിൻ്റെ സമ്മാനമാണ് ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ പുഞ്ചിരിയും ഈ തലോടലും ഈ കൈവയ്ക്കലും ഒക്കെ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മന്യമായിക്കൊണ്ടിരിക്കുക. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇതാ ഒരു പേരക്കുട്ടിക്ക് മുത്തം കൊടുക്കുകയാണ്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതാ അല്ലേ? വിദേശ ഫാമിലി ഈ കൂട്ടത്തിലും ഉണ്ടാകും. പേരക്കുട്ടിയ വന്ന ഉടനെ തന്നെ ആ കുഞ്ഞുമോളെ കണ്ടപ്പോൾ ആ വല്യമ്മ ഓടിച്ചെന്ന് അതിനെ പിടിച്ചു, കവിളിൽ കൊടുത്തൊരു മുത്തം. ആ മുത്തമങ്ങ് കിട്ടിയ ഉടനെ ആ കുട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ അകത്തളത്തിലേക്ക് ഓടി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ടോടി. എൻ്റെ മോനെ എന്ന് ചോദിച്ചപ്പോൾ പറയാ, ദേ ആ പുറത്തിരിക്കുന്ന അമ്മൂമ്മ എന്നെ ഇവിടെ ചുംബിച്ചു. അമ്മൂമ്മയുടെ ഉപ്പ്, അമ്മൂമ്മയുടെ വൈറസ് ഉള്ള ബാക്ടീരിയയുള്ള തുപ്പലം ഉപ്പ് എൻ്റെ ചങ്കിലോ കവിളത്തോ വന്ന് പുരടിയിട്ടുണ്ടാകും. അത് ബാക്ടീരിയ അസുഖം പിടിക്കുമെന്ന് അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അമ്മേ ഡെറ്റോൾ വെച്ചിരിക്കുന്നു, എനിക്കൊന്ന് കഴുകണമെന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ ഒരു കുട്ടിയുടെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? എന്തുകൊണ്ടാ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞോടിയത്? ആ കുഞ്ഞിന് ബുദ്ധി വെച്ച നാൾ തൊട്ട് സ്വന്തം അമ്മയിൽ നിന്നും കിട്ടാതെ പോയ മുത്തം മറ്റാരോ കൊടുത്തപ്പോൾ അതൊരു വൃത്തികെട്ടതാണെന്ന് കുട്ടി പഠിച്ചു വെച്ചതാ. അതുകൊണ്ട് സ്വന്തം മക്കളെ ചുംബിക്കാൻ മറന്നുപോയ ഉമ്മമാരെ, പ്രായപൂർത്തിൻ്റെ മുമ്പ് ഉണ്ട് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. അതിൻ്റെ പേര് സ്നേഹം. വലുതായാലോ സ്കൂളിൽ ചേർത്തുമ്പോഴോ ഇല്ല, 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെത്തി, തീരല്ല, ഹാൻഡ് ഷേക്കില്ല, അംഗീകാരമില്ല. എൻ്റെ നല്ല കുട്ടിയാ, പൊന്നുമോളാണെന്ന് പറയില്ല, എൻ്റെ കുട്ടി മിടുക്കാണെന്ന് പറയില്ല. പകരം അവളുടെ കുറ്റങ്ങൾ മാത്രം കാണും. കുറ്റപ്പെടുത്തലാവൻ്റെ എന്തും നന്മമാണ് കാണൂല. മാർക്ക് കുറഞ്ഞത് കാണും. അന്ന് 5 A+ കിട്ടിയാൽ പറയും 5 A+ നഷ്ടപ്പെട്ടു എൻ്റെ കുട്ടിക്ക് എന്ന് പറയും. 5 A+ കിട്ടിയെന്ന് പറയില്ല. ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളാണ് ഇന്ന് മക്കളെ. അതുകൊണ്ട് മക്കളൊക്കെ അമ്മയിൽ നിന്നും ഉമ്മയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുക. സ്നേഹം എന്ന സാധനം കുട്ടികൾ മറന്നുപോയി. കാരണം കുഞ്ഞുനാളിൽ കൊടുത്തത് അവർക്ക് ഓർമ്മയില്ല. അത് തിരിച്ചു കൊണ്ടുവരിക. ഈ ഒരു പ്രഭാഷണത്തിലും എനിക്കും അവസാനമായും പറയാനുള്ളത് തന്നെയാണ്. ഇനി കുറേ ഉണ്ട്. കുട്ടികളെങ്ങനെ വഴക്ക് പറയുന്ന ഉമ്മമാരോട് ഓർക്കണം, ആ കുട്ടി നിങ്ങളോട് വെറുപ്പാ. ഉമ്മയെ കാണുന്നത് ഇഷ്ടമല്ല, മുഖത്ത് നോക്കുന്നത് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തൊരു ക്യാമ്പിൽ ഞാൻ പോയി. ഇപ്പം അടുത്ത് 10ാം ക്ലാസ് ക്യാമ്പിനാണ് പോയത്. 400ഓളം കുട്ടികളുള്ള ഒരു ക്യാമ്പാ. ആ ക്യാമ്പിൽ പോയി എളിയവന് പ്രഭാഷണം നടത്തുക. അതിൻ്റെ ഏറ്റവും പുറകിലുണ്ട് 50ഓളം ഉമ്മമാർ വന്നിട്ട് 200 ആൺകുട്ടികളും 200 പെൺകുട്ടികളും ഉള്ള വലിയൊരു ക്യാമ്പാ. എങ്ങനെ 10 A+ ഉണ്ടാക്കണമെന്ന ആ ക്യാമ്പിൻ്റെ ലക്ഷ്യം. ഞാനും അതിന് തന്നെ പോയത്. പക്ഷേ അവിടെ രക്ഷിതാക്കളെ പറ്റിയും സ്വന്തം മാതാവിനെ പറ്റിയും പിതാവിനെ പറ്റിയും അല്പം മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ടാ 10 A+ ഉണ്ടാക്കലുള്ളൂ. ഒരു 10 A+ ഉണ്ട്, ഒരു കാര്യമില്ല. മാതാവിനെയും പിതാവിനെയും ഇഷ്ടപ്പെടാത്ത, സ്നേഹിക്കാത്ത, അവരെ തലോടാത്ത ഒരു മക്കൾക്ക് ഒരു A+ കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പഠിച്ചവനാണ് ഈ എളിയവൻ. അതുകൊണ്ട് അതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയാൻ വേണ്ടി മൈക്കെടുത്തു. ഈ എളിയവൻ സ്റ്റേജിലേക്ക് കയറി വെറുതെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ച ആ കുട്ടികളോട്, പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ, ഇവരൊക്കെ 10ലാണ് കേട്ടോ, ജയിച്ചോരാ, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ പ്രിയപ്പെട്ട മാതാവ് ഓടി വന്നുകൊണ്ട് ഒരു ഹാൻഡ് ഷേക്ക് തന്നുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് കവിളിൽ മുത്തം തന്ന്, എൻ്റെ പ്രിയപ്പെട്ടവളെ നീ മിടുക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കിയ ഉമ്മയുണ്ടെന്ന് വീട്ടിൽ, നിങ്ങളെ കൈകളൊന്ന് പൊന്തിക്കാമോ? എത്ര ആളുണ്ടെന്ന് അറിയാനേ. 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ നീ നന്നായടി എന്ന് പറഞ്ഞിട്ട് കവിളിൽ ഒരു മുത്തം കൊടുത്ത ഉമ്മയുണ്ട് ഇന്ന് വീട്ടിൽ, നിങ്ങളെ കൈകളൊന്ന് പൊന്തിക്കോ? എത്ര ആൾ പൊന്തിച്ചിട്ടുണ്ടാകും? ഇപ്പോൾ ഞാൻ ആ ചോദ്യം ഇപ്പം അങ്ങോട്ട് ചോദിക്കുന്നില്ല. ഒരാൾ പൊക്കിയാൽ ആ കഥ ഞാൻ ഇവിടെ പറയുമായിരുന്നില്ല. ഒറ്റ കുട്ടിയുടെ കൈകൾ പോലും കണ്ടില്ല. ഒറ്റ ഉമ്മയുടെ കുട്ടിയുടെ കൈകൾ പോലും പൊങ്ങി കണ്ടില്ല. ആ ഉമ്മമാരെ എണീറ്റ് നിന്നിങ്ങനെ നോക്കി, ഏതാണ് ആ ഭാഗ്യവതിയായ കുട്ടി, ആ ഉമ്മ ഏതാണെന്നിങ്ങനെ നോക്കി നിൽക്കുക. അവസാനം സൈലൻ്റായി. അവസാനം 2ാമത്തെ ചോദ്യം ഇട്ടു. പ്രിയപ്പെട്ടവരെ, സാരമില്ല, ഇന്ന് ഈ ക്യാമ്പിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോളെ, നീ നന്നായി പഠിച്ച് മിടുക്കനായി വാ കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയാക്കിയ കവിളിൽ ഒരു ആലിംഗനം വെച്ച് കൊടുത്തുകൊണ്ട് തോളിൽ തലയോടിയ ഉമ്മയുണ്ടോ ഇന്ന് നാട്ടിൽ, വീട്ടിലുണ്ടോ? നിങ്ങളെ കൈയൊന്ന് പൊന്തിക്കോ? ഇപ്പം എത്ര ആൾ പൊന്തിച്ചിട്ടുണ്ടാവും? ഒന്ന് പൊന്തിച്ച സങ്കടമില്ല ഉമ്മമാരെ. ഒരേറ്റ കുട്ടി പോലും അവിടെ കൈകൾ പൊന്തിയില്ല. ആകെ സൈലൻ്റായി, ആകെ നിശബ്ദതയായി. മരണ വീട്ടിൽ ചെന്ന പോലെ ക്ലാസ് എല്ലാം എന്തോ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുവോ. അധ്യാപകർ ഒരു ഭാഗത്ത്, ടീച്ചർമാർ മറ്റൊരു ഭാഗത്തൊക്കെ ഇരിക്കുക.
ആ സമയത്താണ് വലതുഭാഗത്തെ പെൺകുട്ടികളുടെ ഒരു അറ്റത്തിൻ്റെ ഒരു സൈഡിൽ അതാ ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു പെൺകുട്ടി തേങ്ങിക്കരയുക. അത് തേങ്ങിക്കരച്ച് വിങ്ങിക്കരഞ്ഞ് പുറത്തേക്ക് പൊട്ടിക്കരച്ചിലായി. സൗണ്ട് ഇങ്ങനെ കൂടി വരിക. ഞാൻ ഓടിച്ചെന്നൊരു ടീച്ചറെ വിളിച്ചുകൊണ്ട് പറയാ, എന്തിനാണ് ഈ കുഞ്ഞിപ്പോൾ കരയുന്നതെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. എത്ര ചോദിച്ചിട്ടും പൊന്നുമോള് മിണ്ടുന്നില്ല. കരിയാണ്, തേങ്ങിക്കരയാ. അവസാനം എൻ്റെ ചോദ്യം കൂടി അങ്ങ് വന്നപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ മറുപടി ഉണ്ട്, മാഷേ, എല്ലാ ദിവസവും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഒരു ആലിംഗനം ചുംബനം കിട്ടാതെ ഞാൻ സ്കൂളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ കഴിഞ്ഞ മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയത്. അതിനുശേഷം കിട്ടിയിട്ടില്ല എനിക്കൊരു മുത്തവും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അങ്ങ് വാവിട്ട് കരയാ. ആ കുഞ്ഞിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് നേരെ ക്ലാസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞില്ല പിന്നെന്ത് സംഭവിച്ചു എന്ന്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്? ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. എൻ്റെ പ്രിയപ്പെട്ട മാതാവും എല്ലാ ദിവസവും എനിക്ക് ചുംബനം തരാതെ യാത്രയാക്കിയിട്ടില്ല. അതുകൊണ്ടാണത് പറയാൻ അർഹതയുള്ളവനാ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമക്കൾ ഇങ്ങനെ വിളിക്കുമ്പോൾ വരുന്നു നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ സ്നേഹിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവും എന്നെ അങ്ങനെ സ്നേഹിച്ചത്. അറിയോ നിങ്ങൾ, 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പാവം വീട്ടിൽ പട്ടിണിയായിരുന്നു. സ്കൂളിലേക്ക് 10 രൂപ ഫീസ് അടക്കാൻ ഗതിയില്ലാത്ത സമയത്തും ഞാൻ എൻ്റെ സങ്കടം ഉമ്മയോടങ്ങ് പറഞ്ഞു. ഉപ്പനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കുഞ്ഞ് പെട്ടിക്കടയാണ്, ഉപ്പാക്ക് ഭക്ഷണത്തിന് പോലും തികയില്ല, ഉമ്മാക്ക് മരുന്നിന് പോലും തികയില്ല, ആശുപത്രിയിലൊന്നും കൊണ്ടുപോകില്ല, ആസ്മ രോഗമാ. ഉമ്മക്ക് അങ്ങനെ രോഗം മൂർച്ഛിച്ച് വന്ന സമയ എൻ്റെ സങ്കടം കേട്ടപ്പോൾ എനിക്ക് തന്നു. എത്ര വേണടാ രൂപ എന്ന് ചോദിച്ചു. 10 രൂപയാണ് വേണ്ടത് ഉമ്മ എന്ന് പറഞ്ഞു. എനിക്കൊരു 10 രൂപ തന്നു. ഞാൻ ഫീസ് അടച്ചു. അന്നത് മതി. അന്ന് ഞാൻ ഓപ്പൺ SSLC പഠിച്ചത്. നേരെ സ്കൂളിലൊന്നും ഞാനും പോയിട്ടില്ല മക്കളെ. ഫീസ് അടച്ചു, തൃപ്തിയോടെ പരീക്ഷയൊക്കെ അടിച്ചു. പിറ്റേ ദിവസം വന്ന് വീട്ടിലിരിക്കുക. ഉമ്മൻ്റെ മടിയിൽ വീണ്ടും ഞാൻ തലവെച്ച് ഉമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുമ്പോഴാ ഒരു സത്യം മനസ്സിലാക്കിയത്. ഉമ്മ മരുന്ന് കഴിച്ചിട്ടില്ല, ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉമ്മക്ക് ആസ്മ കൂടിയിട്ടുണ്ട്. ഉമ്മൻ്റെ വായിലൂടെ ധരയും പതയും വരുന്നു. ഞാനതെല്ലാം തുടച്ചു കൊടുത്തു. വീണ്ടും ഉമ്മൻ്റെ കണ്ണുകളൊക്കെ അതാ മേലോട്ട് പോകുന്നു. ഞാനങ്ങ് പൊട്ടിക്കരച്ചു, ഓടി വരണേ, എൻ്റെ ഉമ്മതാ മരിക്കാൻ കിടക്കണു, ഓടി വരണേ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞപ്പോൾ ഉപ്പയും പെങ്ങളൊക്കെ ഓടി വന്ന് എൻ്റെ ഉപ്പയതാ തപ്പുന്നു. എവിടെടി നിൻ്റെ കപ്പ് സിറപ്പ്, നിൻ്റെ ടോണിക് എവിടെ? ഇന്നലല്ലേ ഞാൻ എനിക്ക് ഒരു 10 രൂപ തന്നത്, മരുന്ന് വാങ്ങി കഴിക്കാൻ നീ കഴിച്ചില്ലടി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അല്പം ശ്വാസം കിട്ടിയപ്പോൾ ഉമ്മ പറയാ, വേണ്ട എനിക്ക് മരുന്ന്, ആ പണം ഞാൻ മോന് ഫീസ് അടക്കാൻ കൊടുത്തു എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതറിഞ്ഞപ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഉമ്മയുടെ മടിയിലേക്ക് ഞാനും വീണു. പക്ഷേ അതവസാനത്തെ കിടത്തമായിരുന്നു എൻ്റെ ഉമ്മയുടെ മടിയിൽ. ആളുകളൊക്കെ താങ്ങി പിടിച്ച് ഉമ്മയെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് ഓടി. ഞാൻ കൂടെ കരഞ്ഞുകൊണ്ടോടി. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, വിശന്ന് കുടലൊക്കെ ചുങ്ങിയിരിക്കുക, മരുന്നില്ല, ഭക്ഷണമില്ല, പോഷകമൊന്നും ബോഡിയിലില്ല, ഇനി ഒരു രക്ഷയുമില്ല, മരുന്ന് കഴിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മടിയിലേക്ക് ഞാൻ വീണ്ടും ബോധരഹിതനായി വീണു. അവസാനമായി എൻ്റെ ഉമ്മ എനിക്ക് പ്രാർത്ഥിച്ചു, മോനെ കരയരുതടാ, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ കൈകൾ എൻ്റെ മുടിൻ്റെ ഉള്ളിലൂടെ തിരികെ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞു. കയ്യിൻ്റെ വിരലുകൾ ചലിക്കുന്നത് അവസാനമായി ഞാൻ കണ്ടു. എൻ്റെ ഉമ്മയുടെ കണ്ണുകൾ അടയുന്നു. അടച്ചു കൊടുത്ത് പരിപൂർണമായും ഞാൻ അടച്ചു കൊടുത്തു.